ഹായ് ഓൾ, നമ്മുടെ ക്രിസ്മസ് പരീക്ഷയ്ക്ക് ഇനി ആകെ 1.5 മാസം മാത്രം ബാക്കി. ഈ 1.5 മാസത്തിൽ നിങ്ങൾ പഠിച്ചെടുക്കേണ്ട ചാപ്റ്റേഴ്സിന്റെ എണ്ണം എന്ന് പറഞ്ഞാൽ 11 ആണ്. അഥവാ നമ്മുടെ തെർമോഡൈനാമിക്സ് വരെയും നിങ്ങളുടെ ചോദ്യ പേപ്പറിൽ നിങ്ങൾ ഉറപ്പായും കാണും. സാറേ, തെർമോഡൈനാമിക്സ് വരെ ചാപ്റ്റേഴ്സ് ഞങ്ങളുടെ ക്രിസ്മസ് എക്സാമിന് വരുമോ? ഇപ്പോൾ കറൻ്റ്ലി ഞങ്ങൾ ആകെ 5-6 ചാപ്റ്റേഴ്സ് മാത്രമേ പഠിച്ചെടുത്തിട്ടുള്ളൂ എന്ന തോന്നലായിരിക്കും നിങ്ങൾ എല്ലാവരും ഉണ്ടാവുക. മക്കളെ, അതിനേക്കാളും ഭീതിപ്പെടുത്തുന്ന ഒരു കണക്ക് കൂടി ഞാൻ നിങ്ങളുടെ മുന്നിൽ വെക്കാം. അഥവാ ഈ 11 ചാപ്റ്റേഴ്സിൽ നിന്നായി നിങ്ങൾ പഠിക്കേണ്ട ഡെറിവേഷൻസിന്റെ എണ്ണം എന്ന് പറഞ്ഞാൽ 60ഓളമാണ്. 60 ഡെറിവേഷൻസ്, ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, 11 ചാപ്റ്റേഴ്സിൽ നിന്ന് 60 ഡെറിവേഷൻസ് മക്കളെ നിങ്ങൾ എല്ലാവരും പഠിച്ചിരിക്കണം. സാറേ, ഞങ്ങൾ എന്തിനാണ് ഈ ഡെറിവേഷൻസ് പഠിക്കേണ്ടത്? സപ്പോസ് ഞങ്ങൾ ഡെറിവേഷൻസ് പഠിക്കാതെ ക്രിസ്മസ് എക്സാം അറ്റൻഡ് ചെയ്താൽ ഞങ്ങൾക്ക് എന്ത് കുഴപ്പമാണ് സംഭവിക്കാൻ പോകുന്നത്? പലർക്കുമുള്ള തോന്നലാണ്. കാരണം ഈ പേജ് കണക്ക് ഇത്രയും വലിയ ഭാരിച്ച ഡെറിവേഷൻസ് പഠിച്ചെടുത്ത് എഴുതുന്നതിനേക്കാളും നല്ലത് അത് പഠിക്കാതെ അതിൽ നിന്ന് വരുന്ന തുച്ഛമായ മാർക്ക് നഷ്ടപ്പെടുത്തിയാലും വലിയ പ്രശ്നമില്ലല്ലോ. അവിടെയാണ് ഏറ്റവും വലിയ പിഴവെന്ന് പറയുന്നത്. കാരണം ആ ഡെറിവേഷൻസ് എന്ന് വരുന്നത് വളരെ തുച്ഛമായ മാർക്കല്ല, മറിച്ച് മക്കളെ ഏകദേശം 20 മുതൽ 25 മാർക്ക് വരെ നിങ്ങൾക്ക് വളരെ നിസ്സാരമായി തന്നെ ഡെറിവേഷൻസിൽ നിന്ന് മാത്രം ക്രാക്ക് ചെയ്യാൻ സാധിക്കുന്നവയാണ്. അഥവാ എക്സാക്ട്ലി പെർസെൻറ്റേജ് വൈസ് പറയുവാണെങ്കിൽ 30 മുതൽ 40% മാർക്ക് നിങ്ങൾക്ക് ഡെറിവേഷൻസിൽ നിന്ന് വളരെ എളുപ്പത്തിൽ നേടിയെടുക്കാൻ സാധിക്കുന്നവയാണ്. സോ അതൊരിക്കലും നിങ്ങൾ ആരും നഷ്ടപ്പെടുത്തരുത്. അപ്പോൾ എല്ലാവരുടെയും ഒരു കൺസേൺ എന്ന് പറഞ്ഞാൽ, സാറ് പറയുന്നതൊക്കെ ശരിയാണ്, പക്ഷേ ഈ ഡെറിവേഷൻസ് പഠിക്കുക എന്നുള്ളത് വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ഞങ്ങളൊന്നും എത്ര പഠിച്ചിട്ടും ഞങ്ങൾക്കത് ഓർമ്മ വെക്കാൻ സാധിക്കുന്നില്ല. ഡെറിവേഷൻസ് എളുപ്പത്തിൽ പഠിച്ചെടുക്കാൻ എന്തെങ്കിലും കുറുക്കു വഴികളുണ്ടോ? മക്കളെ, എന്തും എളുപ്പത്തിൽ നേടാം എന്ന തോന്നലാണ് നിങ്ങൾ ആദ്യം എടുത്ത് മാറ്റി വെക്കേണ്ടത്. മറിച്ച് ഡെറിവേഷൻസ് എളുപ്പത്തിൽ പഠിക്കാം എന്നതിലുപരി, സാറേ ഞാനൊരു ഡെറിവേഷൻ പഠിച്ചു, അതെനിക്ക് ബോർഡ് എക്സാം വരെയും മറക്കാതിരിക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോ എന്ന രീതിയിൽ നിങ്ങൾ എല്ലാവരും ചിന്തിക്കേണ്ടതുണ്ട്. സോ അതിനുള്ള മാർഗങ്ങൾ വളരെയധികമുണ്ട്. ആ മാർഗങ്ങൾ നിങ്ങൾ പ്രോപ്പർലി തന്നെ അങ്ങ് ഫോളോ ചെയ്താൽ മാത്രം മതി. അതിൽ ആദ്യത്തെ കാര്യം, ഏറ്റവും ഫസ്റ്റ് നിങ്ങൾ പ്രയോറിറ്റി കൊടുക്കേണ്ടത് ഈ പറഞ്ഞ 60 ഡെറിവേഷൻസും ഒന്ന് കൃത്യമായി തന്നെ ലിസ്റ്റ് ഔട്ട് ചെയ്യുക. അഥവാ ഒന്നാമത്തെ ചാപ്റ്റർ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ്. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ആ ചാപ്റ്റേഴ്സിന് വലിയ ഡെറിവേഷൻസ് ഒന്നും ഇല്ലല്ലോ. തീർച്ചയായും അങ്ങനെ പലരും ആലോചിക്കാറുണ്ട്. മക്കളെ, ആ ചാപ്റ്ററിൽ നിന്ന് പ്രോപ്പറായ ഡെറിവേഷൻസ് ഇല്ലെങ്കിൽ പോലും നമ്മുടെ ഡയമെൻഷണൽ അനാലിസിസിന്റെ അപ്ലിക്കേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതിനകത്ത് ഏകദേശം ഒരു 3 ഡെറിവേഷൻ ഓറിയന്റഡ് ആയ ക്വസ്റ്റ്യൻസ് അതിനകത്ത് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. ഉദാഹരണം, ഈ ടൈം പീരീഡിന്റെ, പെൻഡുലത്തിന്റെ ടൈം പീരീഡ് ആണെങ്കിൽ പോലും, സെൻട്രിപെഡൽ ഫോഴ്സിന്റെ ആണെങ്കിൽ പോലും, സ്ട്രിങ്ങിന്റെ ഒരു കേസ് ആണെങ്കിൽ പോലും, ഇതൊക്കെ നിങ്ങൾക്ക് ഡെറിവേഷന്റെ കാറ്റഗറിയിൽ പെടുത്താം. അതുപോലെ തന്നെ അടുത്ത ചാപ്റ്റർ ആണെങ്കിൽ കൈനമാറ്റിക് ഇക്വേഷൻസ് ഗ്രാഫിക്കലി ഡിറൈവ് ചെയ്യുക, റൈറ്റ്? സോ മോഷന്റെ പ്ലെയിൻ ആണെങ്കിൽ ടൈം ഓഫ് ഫ്ലൈറ്റ്, ഹൊറിസോണ്ടൽ റേഞ്ച്, മാക്സിമം ഹൈറ്റ്, അങ്ങനെ കുറേ ഡെറിവേഷൻസ് എല്ലാ ചാപ്റ്റേഴ്സിനകത്തുമുണ്ട്. അതെല്ലാം കൃത്യമായി ചാപ്റ്റർ വൈസ് ലിസ്റ്റ് ഔട്ട് ചെയ്യുക. അതാണ് ആദ്യം നിങ്ങൾ എല്ലാവരും ചെയ്യേണ്ടത്. അഥവാ ഈ 60 എണ്ണം പറഞ്ഞ ഡെറിവേഷൻസും ഒരു A4 ഷീറ്റിൽ കൃത്യമായി തന്നെ എഴുതുക. ഓക്കെ, രണ്ടാമത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരു ഡെറിവേഷൻ എടുത്തു, അഥവാ നമ്മുടെ ഇപ്പോൾ മോഷൻ ഇൻ എ പ്ലെയിൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് ഒരു ഡെറിവേഷൻ എടുത്തു, ടൈം ഓഫ് ഫ്ലൈറ്റ് ആണെന്ന് വിചാരിക്കുക. ആ ഡെറിവേഷൻ നമ്മൾ എന്തിനാണ് ഡിറൈവ് ചെയ്യുന്നത്, വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ദിസ് ഡെറിവേഷൻ എന്ന് കൃത്യമായി മനസ്സിലാക്കുക. എനിക്ക് പരീക്ഷയിൽ അതിൽ നിന്നുള്ള 3 മാർക്ക് കിട്ടണം എന്നതല്ല പർപ്പസ് എന്ന് പറയുന്നത്, മറിച്ച് ആ ഡെറിവേഷന്റെ ഉദ്ദേശ ലക്ഷ്യം എന്താണ് എന്ന കാര്യം തിരിച്ചറിയുക. ഞാനൊരു വസ്തു എടുത്ത് എറിയാന്ന് വിചാരിക്കുക, അഥവാ ഞാനൊരു കല്ലെടുത്ത് ഒരു തീറ്റ എന്ന് പറയുന്ന ആംഗിളിൽ എറിയുകയാണ്. സോ അവിടെ അതൊരു പ്രൊജക്ടൈൽ മോഷൻ ഉദാഹരണമാണ്. നമ്മൾ അവിടെ കണ്ടുപിടിക്കാൻ പോകുന്ന ടൈം ഓഫ് ഫ്ലൈറ്റ് ആണ്. അഥവാ ആ വസ്തു എറിഞ്ഞതിന് ശേഷം താഴെ വന്ന് വീഴാൻ എടുക്കുന്ന സമയമാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. സോ അത് കൃത്യമായി ഡെറിവേഷന് മുമ്പ് നിങ്ങളുടെ മനസ്സിനകത്ത് വേണം. അതാണ് ഏറ്റവും അൾട്ടിമേറ്റ് പർപ്പസ് എന്ന് പറയുന്നത്, റൈറ്റ്? രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു വെച്ചാൽ, അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ആ ഡെറിവേഷൻ ഓറിയന്റഡ് ആയ ഒരു ഫിഗർ വരയ്ക്കുക. അത് ബെറ്റർ ഇംപ്രഷനാണ് ക്രിയേറ്റ് ചെയ്യുക. ഒരു ടീച്ചർ നിങ്ങളുടെ പേപ്പർ നോക്കുന്ന സമയത്ത് ജസ്റ്റ് ടൈറ്റിൽ എടുത്ത് ഡിറൈവ് ചെയ്യുന്നതിനെക്കാട്ടിലും എത്രയോ മികച്ച ഇംപ്രഷൻ ആയിരിക്കും അതുമായി റിലേറ്റ് ചെയ്യപ്പെട്ട ഒരു ചിത്രം നിങ്ങൾ വരയ്ക്കുന്ന, ഒരു ഫിഗർ നിങ്ങൾ ഡെപ്പിക്ട് ചെയ്യുന്നത്, റൈറ്റ്? ഏകദേശം 80% ഡെറിവേഷൻസിനകത്തും ചിത്രങ്ങളുണ്ട്. സോ ചിത്രങ്ങൾ കൃത്യമായി വരച്ച് അതിനകത്തുള്ള ഓരോ കാര്യങ്ങളും അടിപൊളിയായി തന്നെ മാർക്ക് ചെയ്തിരിക്കും. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, പലരും അല്ലെങ്കിൽ മെജോറിറ്റി കുട്ടികളും വരുത്തുന്ന തെറ്റ് എന്ന് പറഞ്ഞു വെച്ചാൽ, ആ ഡെറിവേഷൻ ഓറിയന്റഡ് ആയിട്ട് ഒന്നും തന്നെ നിങ്ങൾ വാക്കാൽ എഴുതി വെക്കില്ല, നേരിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പിലോട്ട് കിടക്കും. മറിച്ച് അങ്ങനെയല്ല മക്കളെ ചെയ്യേണ്ടത്. ആ ഡെറിവേഷൻ ഓറിയന്റഡ് ആയിട്ട് നിങ്ങൾ വരച്ച ചിത്രവുമായി റിലേറ്റ് ചെയ്യാൻ സാധിക്കുന്ന എന്ത് കാര്യമാണ് നിങ്ങൾക്ക് എഴുതാൻ സാധിക്കുക, അത് ഉറപ്പായും ഒരു 2-3 ലൈനിൽ നിങ്ങൾക്കറിയുന്ന നിങ്ങളുടെ ഓൺ ഇംഗ്ലീഷിൽ നിങ്ങൾ എന്തായാലും എഴുതി വെക്കണം. അത് വളരെ സിമ്പിളായ വാക്കുകളാണെങ്കിൽ പോലും ഒരു പ്രശ്നവുമില്ല. പക്ഷെ അത്തരം ഒരു ബേസ് ഇൻട്രൊഡക്ഷൻ നിങ്ങൾ എല്ലാവരും കൊടുക്കാൻ മറന്നു പോകരുത്.
മൂന്നാമത്തെ കാര്യമല്ല, നാലാമത്തെ കാര്യം, റൈറ്റ്, യെസ്, നാലാമത്തെ കാര്യം എന്ന് പറഞ്ഞു വെച്ചാൽ എല്ലാവരുടെയും പ്രശ്നമാണ്, സാർ ഇതൊക്കെ ഞങ്ങൾക്ക് ഓക്കെയാണ്, പക്ഷെ എത്ര തന്നെ ഡിറൈവ് ചെയ്താലും ഞങ്ങൾക്ക് തെറ്റിപ്പോകുന്നു. ഞങ്ങൾ പലരും ചെയ്യുന്ന പരിപാടി എങ്ങനെയെങ്കിലും ആ ഫൈനൽ ആൻസറിലോട്ട് എത്തുക എന്നത് മാത്രമാണ്. മക്കളെ, അങ്ങനെ നിങ്ങൾ ഒരിക്കലും തിങ്ക് ചെയ്യരുത്. കാരണം ഈ പറയുന്നവരാരും തന്നെ ആ ഡെറിവേഷൻ മനസ്സിലാക്കി പഠിച്ചവരായിരിക്കണമെന്നില്ല. നിങ്ങളോട് ചോദിക്കണം മക്കളെ, ആ ഡെറിവേഷൻ ഞാൻ കൃത്യമായി മനസ്സിലാക്കിയിട്ടാണോ പഠിച്ചിട്ടുണ്ടാവുക? ഒരിക്കലും ആയിരിക്കില്ല. കാരണം അങ്ങനെ ഒരു കുട്ടി മനസ്സിലാക്കി പഠിച്ചതാണെങ്കിൽ ഇടയിൽ വെച്ച് നിന്നു പോകാൻ ഒരു സാധ്യതയുമില്ല. എന്നിട്ടും നിങ്ങൾക്ക് നിന്ന് പോവുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഓരോ സ്റ്റെപ്പുകളും കൃത്യമായിട്ട് ഇക്വേഷൻ നമ്പർ എഴുതി തന്നെ ഡിറൈവ് ചെയ്യുക. അങ്ങനെ ഡിറൈവ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആദ്യത്തെ ഇക്വേഷനിൽ നിന്ന് രണ്ടാമത്തെ ഇക്വേഷനിലോട്ട് കണക്ഷൻ നിങ്ങൾക്ക് മനസ്സിലാവും, 2ൽ നിന്ന് 3 ആയിട്ടുള്ള റിലേഷൻ നിങ്ങൾക്ക് മനസ്സിലാവും. ലൈക്ക് അങ്ങനെ എല്ലാ സ്റ്റെപ്പുകളും കണക്ട് ചെയ്ത് നിങ്ങൾക്ക് ഡിറൈവ് ചെയ്യാൻ സാധിക്കും. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മെത്തേഡ് എന്ന് പറയുന്നത്. സോ അത് നിങ്ങൾ ഫോളോ ചെയ്യുക. സോ ഇതെല്ലാം ചെയ്തതുകൊണ്ട് ഒരു കുട്ടിക്ക് എല്ലാ ഡെറിവേഷൻസും എപ്പോഴും ഓർമ്മ നിൽക്കണമെന്നില്ല. നമ്മളാരും റോബോട്ടുകളുമല്ല. അതിനാൽ തന്നെ നിങ്ങൾ ചെയ്യണ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാനിപ്പോൾ എല്ലാ ഡെറിവേഷൻസും പഠിച്ചെങ്കിൽ ഓക്കെ ഫൈൻ, ഇനി ഞാൻ എക്സാമിന് കാണാം എന്ന് വിചാരിക്കരുത്. മറിച്ച് നിങ്ങളെ കൊണ്ട് സാധിക്കുന്ന സമയങ്ങളിലെല്ലാം ഈ ഡെറിവേഷൻസ് ക്വിക്കായിട്ടൊന്ന് റിവൈസ് ചെയ്യുക. അതിനാണ് ഞാൻ ആദ്യം പറഞ്ഞത് എല്ലാം ഒന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട്. സോ ആ A4 ഷീറ്റ് നിങ്ങളുടെ സ്റ്റഡി റൂമിനകത്ത് നിങ്ങളൊന്ന് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് നോക്കാൻ സാധിക്കും. സോ ആ ഡെറിവേഷൻസ് ഓക്കെ, ഇത് ടൈം ഓഫ് ഫ്ലൈറ്റ് എനിക്ക് ഓർമ്മയുണ്ട്, അതുപോലെ അനലിറ്റിക്കൽ മെത്തേഡ്, യെസ് എനിക്ക് അതിൻ്റെ ഫൈനൽ ആൻസർ റിലേറ്റബിൾ ആണ്, റൈറ്റ്. ആ രീതിയിൽ നിങ്ങൾക്ക് ക്രോസ് ചെക്ക് ചെയ്യണമെങ്കിൽ അത് ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ എല്ലാവരും ബ്രഷപ്പ് ചെയ്യണം. അടുത്തൊരു കാര്യം, ഈ ഡെറിവേഷനിൽ നിന്ന് കംപ്ലീറ്റ്ലി ഡിറൈവ് എന്ന് പറയുന്ന ചോദ്യത്തിനപ്പുറം അതുമായി ബന്ധപ്പെട്ട ന്യൂമറിക്കൽസും ചോദ്യങ്ങളിൽ ചോദിക്കാറുണ്ട്. സോ അത് ക്രാക്ക് ചെയ്യണമെങ്കിൽ ഈ പറഞ്ഞ 60 ഡെറിവേഷൻസിൻ്റെയും ഫൈനൽ ആൻസേഴ്സ് നിങ്ങളുടെയൊക്കെ മനസ്സിനകത്ത് വേണം. കാരണം ഒരു ചോദ്യം ഒരു ന്യൂമറിക്കലാണ് വരുന്നതെങ്കിൽ നിങ്ങൾ ഒന്നേന്ന് പറഞ്ഞ് ഡിറൈവ് ചെയ്യാൻ നമുക്ക് ഒരിക്കലും സാധിക്കണമെന്നില്ല. അപ്പോൾ ആ ഫൈനൽ ആൻസർ ഓറിയൻറ്റഡ് ആയ ഉത്തരമാണ് നിങ്ങൾ എഴുതേണ്ടത്. അതിനാൽ തന്നെ ഇവയുടെ എല്ലാം ഫൈനൽ ആൻസേഴ്സ് നിങ്ങളുടെ മനസ്സിനകത്ത് വേണം. അതും ഒരു A4 ഷീറ്റിനകത്ത് ഓരോ ഡെറിവേഷൻ്റെയും ഫൈനൽ ഇക്വേഷൻ മാത്രം നിങ്ങളെല്ലാവരും എഴുതി വെക്കണം. അതുകൊണ്ടുള്ള മറ്റൊരു ഉപയോഗം എന്ന് പറഞ്ഞാൽ, സപ്പോസ് നിങ്ങൾ ഡിറൈവ് ചെയ്ത് ഫൈനൽ ആൻസറിലോട്ട് എത്തുകയാണെങ്കിൽ അത് ശരിയാണോ തെറ്റാണോ എന്ന് നിങ്ങൾക്ക് സെൽഫായി തന്നെ ഇവാലുവേറ്റ് ചെയ്യാൻ, ക്രോസ് ചെക്ക് ചെയ്യാൻ അത് വളരെയധികം ഉപകരിക്കുന്നതായിരിക്കും. ഇനി സാറേ, ഞങ്ങൾ എപ്പോഴാണ് ഡെറിവേഷൻ പഠിച്ചു തുടങ്ങിയത്? ഇതൊരിക്കലും നിങ്ങൾ നാളേക്ക് മാറ്റി വെക്കേണ്ട കാര്യമല്ല. ഏകദേശം 60 ഡെറിവേഷൻസ് ആണ് നിങ്ങൾക്ക് ക്രിസ്മസ് എക്സാം വരെയും പഠിക്കാനുള്ളത്. സോ ഒരു ദിവസം 2 ഡെറിവേഷൻസ് വെച്ച് പഠിക്കുകയാണെങ്കിൽ പോലും നമുക്ക് 30 ദിവസങ്ങളാണ് വേണ്ടി വരിക. 30 വിലപ്പെട്ട ദിവസങ്ങൾ. അതിനുശേഷം ആ ഡെറിവേഷൻസ് എല്ലാം കൃത്യമായി നമുക്ക് റിവൈസും ചെയ്യേണ്ടിയിരിക്കുന്നു. മക്കളെ, അതോടൊപ്പം തന്നെ നമുക്ക് ദീപാവലി വരാൻ പോവുകയാണ്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഹാപ്പി ന്യൂസ് കൂടി എനിക്ക് ഷെയർ ചെയ്യാനുണ്ട്. അതായത് ദീപാവലി പ്രമാണിച്ച് നമ്മുടെ സൈലത്തിൻ്റെ എല്ലാ കോഴ്സുകൾക്കും 20% ഓഫറാണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. സോ ഈ ഒരു അവസരം ഒരിക്കലും നിങ്ങൾ ആരും മിസ്സാക്കരുത്. സോ നിങ്ങൾ ഡയറക്റ്റായി തന്നെ പർച്ചേസ് ചെയ്യുവാണെങ്കിൽ ദിവാലി 20 എന്ന് പറയുന്ന കൂപ്പൺ കോഡ് എല്ലാവരും ടൈപ്പ് ചെയ്യുക. അടിപൊളിയായി തന്നെ സൈലത്തോടൊപ്പം തന്നെ പഠിക്കുക. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ ഉറപ്പായും താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഇന്നു മുതൽ ഡെയിലി 2 ഡെറിവേഷൻസ് ഞാൻ പഠിക്കുമെന്ന കോൺഫിഡൻസിലാണെങ്കിൽ ഉറപ്പായും താഴെ ചാലഞ്ച് അക്സെപ്റ്റഡ് എന്ന് കൂടി നിങ്ങൾ എല്ലാവരും കമന്റ് ചെയ്യണം. അതാരും മറന്നു പോരുത് മക്കളെ. സോ ഗംഭീരമായിട്ട് പഠിക്കുക. സൈലം ഉണ്ട് നിങ്ങളുടെ കൂടെ. ഓൾ ദി ബെസ്റ്റ്.